മാഡം, വ്യാപകമായ പരാതികൾ ആര്യ രാജേന്ദ്രൻ നൽകുകയാണ് പോലീസിന്. തനിക്ക് നേരെ സൈബർ ആക്രമണം ഉണ്ടാകുന്നു. പോലീസ് അതിനോടകം ആക്ഷൻ എടുക്കാൻ ആരംഭിക്കുകയും ചെയ്തു. അറിയാലോ, നേരത്തെ തന്നെ യദുവിന്റെ നിമിഷ നേരം കൊണ്ടാണ് CDR ഒക്കെ പോലീസ് എടുത്തത്. ഇപ്പോൾ ആര്യയുടെ പരാതിയിൽ ഓരോ പ്രൊഫൈലുകൾ തപ്പിപ്പിടിച്ചാണ് ആര്യ പരാതി കൊടുത്തിരിക്കുന്നത്. ഈ പൊതുരംഗത്തേക്ക് വരുന്നവർ എന്തിനാണ് സൈബർ ആക്രമണത്തെ ഇത്ര ഭയക്കുന്നത്? അവർക്ക് സൈബർ ആക്രമണത്തിനെ ഭയക്കുന്നെങ്കിൽ പിന്നെ അവരെന്തിനും പൊതുരംഗത്തോട്ട് വരണം? വീട്ടിലിരുന്നാൽ പോരെ? ഒരു പ്രൈവറ്റ് സിറ്റിസണായിട്ട് വീട്ടിലിരുന്നാൽ പോരെ? ഈ പൊതുരംഗത്ത് വരുമ്പം സൈബർ ആക്രമണം എന്നല്ല, മീഡിയയുടെ ആക്രമണം എല്ലാം ഉണ്ടാവും. അതെല്ലാം ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടുള്ളവർ വേണം പൊതുരംഗത്തോട്ട് വരാനായിട്ട്. അത് പറയുന്ന ഒരു കാര്യം ഇതാണ്, ഞാനൊരു പേപ്പട്ടിയെ കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ എങ്കിലും നാട്ടുകാർ എന്നെ പറ്റി പറയും ഒരു പാവം പട്ടിയെ ഞാൻ കല്ലെടുത്ത് എറിഞ്ഞു എന്ന്. ഇത് ഈ രീതിയിലാണ് എന്നെ ആക്രമിക്കുന്നതാണ് ആര്യയുടെ പരാതി. അപ്പം യദുവിനായിരിക്കും പേപ്പട്ടി എന്ന് പറയുന്നത്. യദു ഒരു മാന്യനായിട്ട് ജീവിക്കുന്ന ഒരു പാവം മനുഷ്യനാണ്. അതിനെ പേപ്പട്ടി എന്ന് വിളിക്കുന്ന ആര്യ ഇത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യസ്ത്രീ ആണോ? ഞാനൊരു സ്ത്രീയാണ്. ഞാൻ ആ ഹോൾ എപ്പിസോഡ് കണ്ടു. 2-3 ദിവസമായിട്ട് ഇന്ന് കണ്ടു. ആര്യ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ അതേ വംശത്തിൽ ജനിച്ചതിൽ എനിക്കിപ്പോൾ ലജ്ജ തോന്നി. അവരുടെ ആ ഒരു അന്നത്തെ ആക്രോബാറ്റിക്സ് കണ്ടിട്ട്. പോലീസല്ലേ വണ്ടി തടഞ്ഞു നിർത്തേണ്ട? എവരെന്തിനാണ് പ്രൈവറ്റ് കാർ? എവിടെ ഒഫീഷ്യൽ കാറല്ല. ഒഫീഷ്യൽ കാറിലാണെങ്കിൽ അവർക്ക് ആ പവർ കാണിക്കാമായിരുന്നു. കാരണം മേയറായിട്ടാണ് അവർ പോണത്. ഇവരൊരു പ്രൈവറ്റ് കാർ, ഈ യദുവിന് പ്രൈവറ്റ് കാറിൽ പോണ എല്ലാ കാറുകളും ചേസ് ചെയ്യും. എല്ലാ കാറുകൾക്കും സൂപ്പർ ഫാസ്റ്റുകൾ നിർത്തി കൊടുക്കൂ, അല്ലെങ്കിൽ സ്ഥലം വഴി കൊടുക്കൂ. സൂപ്പർ ഫാസ്റ്റ് പോകണമെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോപ്പിൽ നിന്ന് മറ്റൊരു സ്റ്റോപ്പ് വരെ നിശ്ചിത ടൈമുണ്ട്. അല്ലെങ്കിൽ അവർ ആൻസറബിൾ ആവും, അവരുടെ മേൽ ആക്ഷൻ വരും. ഇതൊന്നും ഈ കാറിൽ പോകണവർ അറിയേണ്ട ആവശ്യമില്ല. സാധാരണ കോമൺ സെൻസ് ഉള്ളവർ, ഇപ്പം ഞങ്ങളെപ്പോലുള്ളൊരു കോമൺ സെൻസ് ഉള്ളവർ സൂപ്പർ ഫാസ്റ്റാണ് വരുന്നതെന്നുണ്ടായി നമ്മൾ വഴി മാറി കൊടുക്കും. കാരണം അവർ മാനിക്കുകയാണ്. അവിടെയും ഇവർ ഉപയോഗിക്കുന്ന ഒരു വകുപ്പ് സ്ത്രീത്വത്തെ അപമാനിക്കുകയും ഈ ഒരു പരാതിയാണ് സ്ഥിരമായി നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു വകുപ്പ് എനിക്ക് തോന്നുന്നു രാജീവ് ഗാന്ധിയുടെ സമയത്താണ് ഉണ്ടാക്കി വെച്ചത്. സ്ത്രീകൾക്കുള്ള പ്രൊട്ടക്ഷൻ എന്നും വേണ്ട. അത് രാജീവ് ഗാന്ധി എല്ലാം ഗുഡ് ഇൻറ്റൻഷനോടുകൂടിയാണ് ഉണ്ടാക്കിയത്. പക്ഷെ അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മിസ്യൂസ്ഡ് ആയിട്ടുള്ള സെക്ഷനായിട്ട് വന്നത്. ഇതിനെതിരെ ചുമത്തിയിരിക്കുന്ന ആ വകുപ്പാണ്. യദുവിൻ്റെ നേരെ മാത്രമല്ല, റോഡിൽ കൂടെ പോകണം എല്ലാവരുടെയും മേലിൽ ചുമത്താം. കാരണം ഇവർ ആരുടെ ഫോൺ പിടിച്ച് വാങ്ങിക്കാൻ ശ്രമിച്ചു. കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു വ്യക്തിയുടെയും ഫോൺ പിടിച്ച് വാങ്ങിക്കാൻ പാടില്ല. പ്രൈവറ്റ് സിറ്റിസൻസിന് പോലീസ് എന്തെങ്കിലും കാണിച്ചാൽ അത് എടുക്കാം അധികാരമുണ്ട്. പബ്ലിക് പേഴ്സൺസ് എന്തെങ്കിലും ചെയ്താൽ അത് എടുക്കാനുള്ള അധികാരമുണ്ട്. ഫോൺ പിടിച്ച് വാങ്ങിക്കേണ്ട ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. ആര്യ അത് ചെയ്യാൻ ശ്രമിച്ചു. വളരെ എവിഡൻ്റ് അല്ലായിരുന്നു അന്ന്. ഇപ്പോൾ ആര്യയ്ക്ക് യദുവിനോടുള്ള വിരോധം മറ്റു പലരോടുമുള്ള ആര്യ എന്താണെന്നാണ് വിചാരം? ഒരു മേയർ, അത് യങ്ങസ്റ്റ് മേയർ എന്നുള്ള ഒരു എന്താ പറയുക, ഒരു ചാർട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. ഷി വാസ് നോട്ട് എന്താ പറയുക, ആ കുട്ടി ആ ട്രിവാൻഡ്രം കോർപ്പറേഷൻ്റെ തലവേദനകൾ ചുമക്കാനായിട്ടുള്ള പ്രാപ്തിയില്ല, അതിനുള്ള വിദ്യാഭ്യാസമില്ല, അതിനുള്ള എക്സ്പീരിയൻസ് ഇല്ല. ഇതൊന്നും ഇല്ലാതെയാണ് വന്ന് മേയറാവുന്നത്. CPM നിർത്തിയ വനിതാ സ്ഥാനാർത്ഥികൾ ഒരു റബ്ബർ സ്റ്റാമ്പിന് ആവശ്യമായിരുന്നു ഇവിടുത്തെ പല കാര്യങ്ങളും നടത്താൻ. അതല്ല, ഈ കുട്ടി വന്നതിന് ശേഷം എന്തൊരു ഒരു പരാതികളും അഴിമതികളുടെയും ഒഴുക്കല്ലായിരുന്നു. പക്വതയില്ലായ്മയാണ്. അപ്പൊ CPM-ന് അങ്ങനെ ഒരു വ്യക്തിയാണ് ആവശ്യം. ഇനി എത്ര പേർ പ്രതിയാകാൻ പോവുകയാണ്? ഇപ്പോൾ തന്നെ പോലീസ് ആക്ഷൻ എടുത്തു കഴിഞ്ഞു ആര്യയുടെ പരാതികളിൽ. ആര്യ പറയും ഇന്ന ആളുടെ പേരിലെടുക്ക്. ഇപ്പൊ ആര്യ എനിക്ക് തോന്നുന്നു കോർപ്പറേഷനിൽ പോയി കോർപ്പറേഷന്റെ ഡ്യൂട്ടീസ് അല്ലേ ചെയ്യുന്നത്, പ്രൊഫൈലോട് നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതിനായിട്ടാണ് നമ്മൾ മേയറിനെ എലക്ട് ചെയ്ത് വയ്ക്കുന്ന. ഒരു മേയറിനെ എലക്ട് ചെയ്ത് വയ്ക്കുന്നത് മേയറിന്റെ ഡ്യൂട്ടീസ് ചെയ്യാനായിട്ടില്ലേ? ഇവിടെ ഇപ്പോൾ റോഡുകളെല്ലാം ഇങ്ങനെ നടക്കുന്നു.
മേയർ തിരിഞ്ഞു നോക്കിയോ? CPM-ൽ വേറെയും നേതാക്കളുണ്ട്, വനിതാ നേതാക്കളുണ്ടല്ലോ, അവർക്കൊന്നും ഇത്തരത്തിൽ വിമർശനങ്ങളും കേൾക്കുന്നവരുണ്ട്. അതെ, ചിന്താ ജെറോം ഉണ്ടല്ലോ. ചിന്താ ജെറോം എന്താണ് ചെയ്തത്? ചിന്താ ജെറോമിന് ഇടം വലം മാധ്യമങ്ങൾ കളിയാക്കുന്നതിന് മാക്സിമത്തിന്റെ അപ്പുറവും പോയി. വാഴക്കുല അവിടെ തുടങ്ങി അവസാനം കേരള യൂണിവേഴ്സിറ്റിയുടെ പേര് തന്നെ വാഴക്കുല യൂണിവേഴ്സിറ്റി ആയി. പിന്നെ ചിന്താ ജെറോമിനെ കാണുമ്പോൾ എല്ലാവരും പറയും വാഴക്കുല, പൊതിച്ചോറ് അങ്ങനെ. പക്ഷെ ആ കുട്ടി എങ്ങനെയാണ് എടുക്കുന്നത്? അവളെല്ലാം ആ ഒരു പുഞ്ചിരിയോടാണ് എടുക്കുന്നത്. അങ്ങനെ വേണം ആര്യ ചെയ്യേണ്ടത്. ചിന്തയ്ക്കുള്ള ആ ചിന്ത എന്തുകൊണ്ട് ആര്യക്കില്ല? ആര്യയില് ഭാര്യനായിട്ടായിരിക്കും. അല്ല, ശരിക്കും പറഞ്ഞാല് ആര്യയ്ക്ക് വരേണ്ടതാണ്. കാരണം താൻ ഇരിക്കുന്ന സ്ഥാനത്തിന്റെ ബോധം. ഒരു തലസ്ഥാനത്തിന്റെ മേയറാണ്. തലസ്ഥാനത്തിന്റെ മേയർ മാത്രമല്ല, ഈ തലസ്ഥാനത്തുള്ള എന്ത് പ്രോബ്ലംസ് ഉണ്ട് ഈ തലസ്ഥാനത്ത്. അതിന് ഏതെങ്കിലും ഒന്നിനെ അഡ്രസ് ചെയ്യുന്നുണ്ടോ മേയർ എന്നുള്ള നിലയ്ക്ക്? മാഡം പറഞ്ഞതുപോലെ രാവിലെ വരിക, പ്രൊഫൈലുകൾ നോക്കുക, എന്നിട്ട് പോലീസിനെയും പിടിച്ചടുത്തിരുത്തിയിട്ടുണ്ടാവും. എന്തായാലും അവിടെ പോലീസ് ആരെങ്കിലും കാണുമല്ലോ. അപ്പോൾ അത് ചെയ്ത് പിന്നെ ഈ കാറ് ഇപ്പം എന്നെ ഒരു കാറ് വന്ന് എൻ്റെ കാറിൻ്റെ ബാക്കിൽ മുമ്പ് തട്ടി. എന്നിട്ട് അവർ നിർത്താതെ ഓവർടേക്ക് ചെയ്ത് പോയി. ഞാൻ നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. പോലീസ് സ്റ്റേഷൻ്റെ കൺട്രോൾ റൂം നമ്പറുകൾ എല്ലാ റോഡ് സൈഡിലും എഴുതി വെച്ചിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ച് പറഞ്ഞു. അവർ ആ വണ്ടിയെ ഇന്റർസെപ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇത് സിറ്റിയുടെ കണ്ണായ സ്ഥലത്ത് ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്. അപ്പൊ ഈ കുട്ടി എന്താണ് ചെയ്യേണ്ടത്? അതിന്റെ ഒഫീഷ്യൽ കാർഡല്ല, അതിന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയാം. പോലീസല്ലേ വന്നത് ചെയ്യേണ്ടത്, വന്ന് തടഞ്ഞു നിർത്തുന്നത്. അത് ഈ സീബ്ര ലൈനിൽ നാളെ മുതൽ എല്ലാവരും അങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും? ഈ തെറ്റായ നടപടിയെ വിമർശിച്ചതിന്റെ പേരിലാണ് ഇപ്പോൾ കൂടുതൽ പേർ പ്രതിയാവുന്നത്. സൈബർ കേസ്. അതെ, അപ്പം അത് ആദ്യമേ അതിന് ഉത്തരം പറ. സീബ്ര ക്രോസിങ്ങിൽ കൊണ്ട് വണ്ടി ഇടാനായിട്ട്, സിവിലിയൻ വണ്ടി ഇടാനായിട്ട് അനുവാദം ഉണ്ടോ? പോലീസിനിടാം. പോലീസിന് ഏത് വണ്ടി വേണമെങ്കിലും കൊണ്ടിടാം. മാം എന്താണ് കരുതുന്നത്? ഏറ്റവും അവസാനം ഈ യദുവിന്റെ അവസ്ഥ എന്തായിരിക്കും? യദുവിന്റെ അവസ്ഥ ഈ കണക്കിന് പോവുകയാണെങ്കിൽ CPM-ന്റെ യൂഷ്വൽ തന്ത്രം എന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ മാക്സിമം ഇടിച്ചമർത്തി അവരുടെ മീഡിയ ചില സെല്ലുകളിലുള്ള ചില കൃമികളുണ്ട്, അവർ വഴി പരസ്യം കൊടുക്കാം, മറ്റത് കൊടുക്കുകയും അങ്ങനെയല്ലേ CPM വാടയ്ക്കുന്ന മീഡിയയുടെ. അപ്പോൾ പത്രങ്ങളുടെ ആണെങ്കിലും വിഷ്വൽ മീഡിയയുടെ ആണെങ്കിലും വാടയ്ക്കുന്നത് പരസ്യം റിലീസ് ചെയ്യും. എന്തൊരു ഇഷ്യൂ വന്നാലും ആ പിറ്റേന്ന് ഒരു വലിയൊരു പരസ്യം റിലീസ് ചെയ്യും. ആ പരസ്യത്തിലാണ് ഇവിടെ വാടടയുന്നത്. ഈ അടയ്ക്കുന്നതിൻ്റെ ഇതെന്ന് വെച്ചാൽ യദുവിൻ്റെ ശരിയായിട്ടുള്ള കഥ വെളിയിൽ വരരുത്. ആ കഥ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അധികം ആഹാരം കഴിക്കുന്നത് എല്ലാവർക്കും TV തുറന്ന് നോക്കിയാൽ അറിയാം, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ യൂട്യൂബ് നോക്കിയാൽ മതി, അറിയാം. യദുവിനെ അവർ ചെയ്യാൻ ശ്രമിക്കുന്നത്, യദു ഒരു സെക്ഷൽ പെർവേർട്ടാണ്, ശുദ്ധ മലയാളത്തിൽ പറഞ്ഞ ഞരമ്പ് രോഗിയാണ്. ആ ഒരു രോഗിയാണ് എന്നും പറഞ്ഞിട്ട് മനോരോഗിയാണ് എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു രീതിയിൽ കൊണ്ടുവന്നിട്ട് യദുവിന് ഒരു മനസ്സമാധാനവും കൊടുക്കാതെ വരുമ്പോൾ എന്ത് പറ്റും? കടുത്ത ചോദ്യമാണ്. അയാൾ ആത്മഹത്യ ചെയ്യേണ്ടി വരുമായിരിക്കും. ആത്മഹത്യ ചെയ്യും, സ്വാഭാവികം. ഇന്നലെ അങ്ങോട്ട് ഒരു പോലീസുകാരൻ CPM-കാരുടെ പ്രഷർ കാരണം അദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇന്നലെ അങ്ങോട്ട് മരിച്ചു. ഇന്ന് ന്യൂസിൽ കേട്ടാണ്. ഇതാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. ഇതാണ് അവരുടെ DNA. ഇതാണ് അവരുടെ DNA. CPM പാർട്ടിയുടെ DNA എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു വ്യക്തിയെ തേജോവധം ചെയ്ത് ആ വ്യക്തിയെ ഇല്ലായ്മ ചെയ്യുക, ഭൂമിയിൽ നിന്ന് തന്നെ മായ്ച്ചു കളയുക. അങ്ങനെയാണോ വേണ്ടത്? അടുത്ത ഇവരുടെ ആയുധം എന്തായിരിക്കും യദുവിനെതിരായിട്ട്? യദുവിനെതിരായിട്ടുള്ള ആയുധമല്ലേ ഞാൻ പറഞ്ഞത്. യദുവിന് മാക്സിമം മെന്റൽ പ്രഷർ കൊടുക്കുക. ഒരാൾക്ക് എത്രയും യദു എന്ന് പറഞ്ഞാൽ ഒരു പാവം മനുഷ്യൻ, അയാൾക്ക് കുതന്ത്രങ്ങളൊന്നും അറിഞ്ഞുകൂടാ. CPM-ൻ്റെയോ
ആരുടെയും കുതന്ത്രങ്ങൾ അറിഞ്ഞുകൂടാ. അയാൾ കുട്ടിയെ നോക്കി, അമ്മയെ നോക്കി, വയസ്സായ അമ്മയുണ്ടെന്ന് പറഞ്ഞു, ആ അമ്മയെ നോക്കി കഴിയുന്നു. ദിവസം കൂലി അറിഞ്ഞല്ലോ, കൂലി അതിനേക്കാളും കൂലി കിട്ടുന്നുണ്ട് നമ്മളെ പുറം പണിക്ക് വരുന്ന ബംഗാളികളാണെങ്കിലും മലയാളികളാണെങ്കിലും. അപ്പം ഈ ഒരു വ്യക്തിയെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഈ ഇല്ലാത്ത കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുക. അത് ഇന്നലെ ഞാൻ ടി വിയിൽ മിനിയാന്ന് ഞാൻ ടി വിയിൽ കണ്ടിരുന്നു. നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ? അത് ചോദിക്കുന്ന ഒരു വനിതാ റിപ്പോർട്ടറുമാണ്. ഈ വനിതകളെല്ലാം റിപ്പോർട്ടർ, ഇവർ ആരും ഹോംവർക്ക് ചെയ്യാതെയാണ് വരുന്നത്. അല്ലെങ്കിൽ ഇവർ ആദ്യമേ ചെയ്യേണ്ടത് ആ വക്കീൽ പറഞ്ഞ കണക്ക് SHOയോട് ചോദിക്കണം, ബാക്കിയുള്ള പ്രൊസീജിയർ എല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോ, അവിടെ എന്ത് വീഴ്ച വന്നു, അതിനുള്ള ഉത്തരങ്ങൾ കണ്ടുപിടിക്കണം. അല്ലാതെ നേരെ കൊണ്ടുവന്നിട്ട് വിക്ടിമിൻ്റെ മുമ്പ് കൊണ്ടുവന്ന് ക്യാമറയും തുറന്ന് വെച്ചിട്ട് മൈക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കുകയല്ല. എന്തൊരു ബോറാണെന്നറിയാം മനുഷ്യന്. നമുക്ക് തന്നെ ഇത് കണ്ടുപിടി ദേഷ്യം വരും. ഒരാളിനെ ആക്രമിക്കാവുന്നതിൻ്റെ മാക്സിമം. അപ്പം എന്നിട്ട് ആ 2-3 പെൺകുട്ടികൾ പറയുന്നത് ഞാൻ കേട്ടു, നിങ്ങളാ ചെയ്തു എന്നാണോ പറയുന്നത് എന്ന് വെച്ചാൽ അത് സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ്. അവസാനം ഇടയ്ക്ക് ഒരു ഘട്ടത്തിൽ പറയുന്ന കേട്ടു, ആ നടിയോട് ഞാൻ അശ്ലീലമായി ചെയ്തു എന്ന് നിങ്ങൾക്ക് ഞാൻ പറയണോ, എന്നാൽ ഞാൻ ചെയ്തു എന്ന് ഞാൻ സമ്മതിക്കാം, എന്നെ ഒന്ന് വെറുതെ വിടുമെന്ന്. ആ ബൈറ്റ് എടുക്കുന്ന സമയത്ത് ആ ബൈറ്റ് എടുത്ത വനിതാ മാധ്യമ പ്രവർത്തകരിൽ ഒരാളെ അതേ സ്ഥലത്ത് വെച്ച് മഞ്ചൂർ കോടതിയുടെ പരിസരത്തുണ്ടായിരുന്ന ഒരാൾ ആക്രമിച്ചു. അതെ, എക്സാക്ട്ലി. അതാണ് തൻകടം പിൻകടം എന്ന് പറയുന്നത്. ഇപ്പം ഫാസ്റ്റാണ്. മോളിൽ നിന്നുള്ള ഇതെല്ലാം വളരെ ഫാസ്റ്റാണ്. അവിടെയും കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, സൂപ്പർ കമ്പ്യൂട്ടറാണ് അവിടെയും വർക്ക് ചെയ്യുന്നത്. ആ കുട്ടിക്ക് അതിന് കിട്ടിയല്ലോ അപ്പം തന്നെ. ആ CPM-കാരാണെന്ന് തോന്നുന്നു. അപ്പൊ താൻ ആരെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചോ അവരാൽ തന്നെ അത് ആ കുട്ടിക്കും കിട്ടിയല്ലോ. ഇപ്പോൾ ദൗർഭാഗ്യകരമായ സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. അല്ലേ, ദൗർഭാഗ്യമായി നമുക്കത് പ്രാർത്ഥിക്കാം. യദുവിന് ആ വക്കീൽ മുഖേന സധൈര്യമായിട്ട് ഈ കേസ് ഫേസ് ചെയ്യുക. ഈ കേസിനെ ഫേസ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ കോടതി പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഈ 5 പേർക്ക് മേലിൽ നടപടി എടുക്കണം. നന്ദി മാഡം.